യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ കോടതി വിധി നടപ്പാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മംഗലം ഡാം, ചെറുകുന്നം, എരിക്കുംചിറ പള്ളികളാണ് ഏറ്റെടുക്കുക. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, ഈ വിഷയത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധിയുണ്ട്. ഹൈക്കോടതി തന്നെ പലതവണ ചോദിച്ചതാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളും പിടിച്ചെടുക്കലുകളും സംഘർഷങ്ങളും ഇല്ലാതെ എന്തുകൊണ്ട് കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിനാകുന്നില്ല എന്ന ഒരു വിമർശനമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിരവധി പള്ളികൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതിനായുള്ള ശ്രമമുണ്ട്. അത് സംഘർഷത്തിലേക്കൊക്കെ നയിച്ചേക്കാം. അവിടെ പോലീസുകാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കൃഷ്ണ, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഓർത്തഡോക്സ് വിഭാഗം ഇന്ന് വടക്കഞ്ചേരി മേഖലയിലെ പള്ളിയിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അതിരാവിലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന വിശ്വാസികൾ, യാക്കോബായ വിശ്വാസികൾ ഈ പള്ളിക്ക് മുന്നിൽ എത്തുകയും അവരിവിടെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഇടവയ്ക്ക് കീഴിലാണെങ്കിൽ 172 വീടുകളാണുള്ളത്. ഈ 172 വീടുകളിൽ 5 വീട്ടുകാർ മാത്രമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ളത്. ബാക്കി എല്ലാവരും, ഈ പള്ളിയുടെ പേര് തന്നെ നമുക്ക് കാണാൻ കഴിയും, സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ കോടതി വിധിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ഇവിടുത്തെ സഹവികാരിയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഏതെങ്കിലും ഒരു തരത്തിലുള്ള അനുനയത്തിന് തയ്യാറാണോ നമ്മുടെ ഇവിടെയുള്ള വിശ്വാസികൾ? അനുനയനം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള, ഞങ്ങൾക്ക് ആരാധന സാധനം നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം, അന്ത്യോക്യ പാത്രികീസ് ബാവായോടുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ടുള്ള വിട്ടുവീഴ്ചകൾക്കൊക്കെ സമവായ കാര്യങ്ങൾക്ക് അത് ഞങ്ങളുടെ സഭ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓർത്തഡോക്സ് സഭയുമായിട്ട് ഏത് രീതിയിലുള്ളതായ സമവായത്തിനും തയ്യാറാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. സമവായം നമുക്ക് പ്രോബ്ലം അല്ല, പക്ഷെ ഞങ്ങൾക്ക് ആരാധിക്കുവാനുള്ള ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെടാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഈ ഓർത്തഡോക്സ് വിഭാഗം പോലീസിന്റെ സാന്നിധ്യത്തിലാണ് വരിക എന്നാണ് പറയുന്നത്. അവരങ്ങനെ വന്നു കഴിഞ്ഞാൽ കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഭാഗത്തുള്ള പ്രതികരണം? സത്യത്തിൽ കോടതി വിധി അംഗീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം പ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്ന ആരാധന, ഞങ്ങളുടെ ശവസംസ്കാരം, ഞങ്ങളുടെ പൂർവീകരടക്കിയ സ്ഥലം, ഇതൊക്കെ വിട്ട് ഇറങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാണവായുവിനെ പോലെയാണ് ഞങ്ങളുടെ വിശ്വാസത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ശ്വാസം നഷ്ടപ്പെടുന്നത് പോലെയാണ് ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഇടവപ്പള്ളി ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ ഒന്ന് കരയാനും പ്രാർത്ഥിക്കാനും ആശ്വാസം കിട്ടുന്ന സ്ഥലമാണ്. അത് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനെ കളയാൻ തുല്യ. അപ്പോൾ ജീവൻ കളഞ്ഞും ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഉടനെ തന്നെ ഈ ഓർത്തഡോക്സ് വിഭാഗം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു കാരണവശാലും തങ്ങളുടെ പള്ളി വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഗേറ്റിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത്, പാടി പ്രതിഷേധിക്കുന്നത്. ഏതാണ്ട് 9 മണിയോടുകൂടി ഓർത്തഡോക്സ് വിഭാഗം ഈ 3 പള്ളികളിലും എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നിഖിൽ, അപ്പോൾ കോടതി വിധി നടപ്പാക്കാനുള്ള ആ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് വിശ്വാസികൾ. ഇപ്പോൾ നമുക്ക് കാണാം, സ്ത്രീകൾ ഉൾപ്പെടെ അത് പല പ്രായങ്ങളിലുള്ളവരുണ്ട്. വിശ്വാസികൾ അവിടെ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് കൂടിയിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഇത് ഏത് രീതിയിലാണ് പോവുക, വലിയ പ്രശ്നങ്ങളില്ലാതെ അത് അവസാനിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.